മന്ത്രകോടി. രചന അവതരണം മിത്രവിന്ദ. നാണമില്ലാത്തവൻ. എന്നിട്ട് അവൻ്റെ യാതൊരു ഉളുപ്പുമില്ലാത്ത ഡയലോഗും. ബാലകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടതും നന്ദൻ പിറുപിറുത്തു. എങ്കിലും ചിരിയുടെ ആവരണമെടുത്ത് അവൻ മുഖത്തണിഞ്ഞിരുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ ദേവുവിൻ്റെയും നന്ദൻ്റെയും വിവാഹ നിശ്ചയം കൂടി നാളെ നടത്താൻ എല്ലാവരും തീരുമാനിച്ചു. പിന്നീടങ്ങോട്ട് വേഗത്തിലായിരുന്ന കാര്യങ്ങളെല്ലാം. ദേവൂട്ടിയാണെങ്കിൽ ചേച്ചിയുടെ കല്യാണത്തിനിടാൻ വേണ്ടി ഒരു ചുരിദാറാണ് എടുത്തു വെച്ചത്. അത് വേണ്ട മോളെ, പകരം ഒരു സെറ്റ് മുണ്ട് മേടിക്കാം. സരസ്വതി പറഞ്ഞപ്പോൾ ദേവു തലയാട്ടി സമ്മതിച്ചു. അവളുടെ അമ്മയ്ക്കും അതേ അഭിപ്രായമാണ്. ബ്ലൗസ് വേഗത്ത് തയ്ച്ചു കിട്ടുമോ ഒന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ടാവാം ബാക്കി. ഞാൻ ആ ചേച്ചിയെ ഒന്ന് വിളിച്ചു ചോദിക്കാം അമ്മേ, ഇന്ന് തന്നെ തരുമോന്ന്. അതും പറഞ്ഞുകൊണ്ട് ദേവൂട്ടി ചെന്ന് തൻ്റെ ഫോൺ എടുത്തു. രാത്രിയായാലും കുഴപ്പമില്ലല്ലോ അല്ലേ ദേവൂട്ടി? ഒരു 8 മണിയാവുമ്പോഴേക്കും റെഡിയാക്കിയാൽ പോരെ? എനിക്കൊന്ന് 2 ചുരിദാർ തീർക്കാനുണ്ട്. തയ്യൽക്കാരി രാധ ചേച്ചി അവളോട് ചോദിച്ചു. മതി ചേച്ചി, ആ സമയത്തായാലും മതി. ചേച്ചി എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവിടേക്ക് എത്തിക്കോളാം. എന്നാൽ പിന്നെ വേഗം പോയി മെറ്റീരിയൽ എടുത്തിട്ട് വാ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വെച്ചു. ആ എന്നാൽ പോയിട്ട് വാ ദേവൂട്ടി, അമ്മയും ഇറങ്ങുക. വന്നിട്ട് നേരെ ഒരുപാടായില്ലേ? സരസ്വതി അവളോട് പറഞ്ഞതും ദേവു തലയാട്ടി. നന്ദനും അച്ഛനും കൂടി ഉമ്മറത്തുണ്ടായിരുന്നു. അവർ ഇരുവരും മടങ്ങാൻ തയ്യാറായി എഴുന്നേറ്റപ്പോൾ ദേവു വെറുതെ അവിടെ വരെ ഒന്ന് ഇറങ്ങിച്ചെന്നു. ദേവു, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക, നാളെ കാണാം പറഞ്ഞുകൊണ്ട് നന്ദൻ വെളിയിലേക്ക് ആദ്യം ഇറങ്ങി. അവർ യാത്ര പറഞ്ഞു പോയതും ദേവുവും ലച്ചുവും വേഷമൊക്കെ മാറി ടൗണിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അങ്ങനെ ദേവുവിൻ്റെ ഒപ്പം ലച്ചുവും കൂടി അവൾക്ക് നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായി പോകാൻ ഇറങ്ങി വന്നു. വൈകാതെ തന്നെ അവരിരുവരും കൂടി വാര്യരുടെ പെങ്ങളുടെ മകനെയും കൂട്ടി ടൗണിലേക്ക് പോവുകയും ചെയ്തു. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ലച്ചു ചോദിച്ചത് നന്ദേട്ടനിടുന്ന ഡ്രസ്സിൻ്റെ നിറം എന്താവുമെന്ന്. അതിനോട് മാച്ച് ചെയ്യുന്നത് വേണ്ടേ ദേവൂട്ടി നീവെടുക്കേണ്ടത്? അതിപ്പോൾ എങ്ങനെ അറിയാനാ? നന്ദേട്ടൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. എന്നാൽ പിന്നെ അശോകേട്ടനെ വിളിക്കാം, എന്നിട്ട് നീ നന്ദനോട് സംസാരിക്ക്. ലച്ചു തൻ്റെ ഫോൺ കയ്യിലെടുത്തതും ദേവു അതിൽ ചാടിപ്പിടിച്ചു. വേണ്ടേച്ചി, ഇനി വിളിക്കാനും ചോദിക്കാനും ഒന്നും പോവണ്ട. നമുക്ക് ഒരു കസവിൻ്റെ സെറ്റ് മുണ്ടും എടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ കസവ് കയ്യിൽ വരുന്ന ഒരു ബ്ലൗസും തയ്ക്കാം. അത് വേണ്ട ദേവു, നന്ദൻ്റെ ഷർട്ടിൻ്റെ കളർ ചോദിക്കാം, എന്നിട്ട് അതേ നിറമുള്ള ബ്ലൗസ് എടുക്കാം പറഞ്ഞുകൊണ്ട് ലച്ചു ആണെങ്കിൽ അശോകിനെ വിളിച്ചു. ആ ഓക്കെ ഓക്കെ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അവനെ ഒന്ന് നോക്കട്ടെ. കൊടുക്കാമേ, ഒരു മിനിറ്റ്. ലച്ചു, അവനെ ഇവിടെയൊന്നും കണ്ടില്ലല്ലോടി. ഞാൻ അപ്പച്ചിയുടെ കൈ കൊടുക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ അവൻ സരസ്വതിക്ക് കൈമാറി. ഹലോ മോളെ. ആ അമ്മേ, നന്ദേട്ടനിടുന്ന വേഷത്തോട് മാച്ച് ചെയ്യുന്ന ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുക്കാനാണ്. ദേവു അവരോട് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, അവൻ്റെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടവർ സിബ്ബ് വലിക്കുന്ന ശബ്ദം ദേവു കേട്ടു. മോളെ, പിങ്ക് നിറമുള്ള ഒരു കുർത്തയും കസവും മുണ്ടുമാണ്. ഞാനാണെങ്കിൽ അശോകിനെ കൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് അയപ്പിക്കാം അവർ പറഞ്ഞു. ശരി അമ്മേ. ദേവൂട്ടി ഫോൺ കട്ട് ചെയ്തു. അശോകാണെങ്കിൽ അപ്പോൾ തന്നെ കുർത്തയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതേ നിറമുള്ള ഒരു ബ്ലൗസ് പീസ് അവർക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഗോൾഡൻ കസവുള്ള സെറ്റുമുണ്ടും അതിനു വേണ്ട ബാക്കി സാധനങ്ങളുമൊക്കെ മേടിച്ചുകൊണ്ട് ഇരുവരും വേഗത്തിലിറങ്ങി. പിന്നീട് ദേവൂട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോയി. ശേഷം ബ്യൂട്ടി പാർലറിൽ പോയി. ദേവുവിൻ്റെ മുഖത്ത് അല്പം മിനുക്കുപണികളൊക്കെ നടത്തിക്കാൻ ലച്ചുവാണ് മുൻകൈ എടുത്തത്. ആകെക്കൂടി വല്ലപ്പോഴും പുരികം ഷേപ്പ് ചെയ്യാൻ മാത്രമാണ് അവൾ പാർലറിൽ പോകുന്നത്. ആദ്യമായിട്ടാണ് അവൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് പോലും. ലച്ചു ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കേട്ടുകൊണ്ട് ദേവു അനങ്ങാതെ നിന്നു. അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി 1.5 മണിക്കൂർ സമയമെടുത്തിരുന്നു. ശേഷം എല്ലാം മേടിച്ചു പെറുക്കി അവർ വീട്ടിൽ ചെന്നപ്പോൾ നേരം കുറയായിരുന്നു. ലച്ചുവിനെയും ദേവുവിനെയും അണിയിച്ചൊരുക്കാനായി ബ്യൂട്ടീഷ്യന്മാർ നേരത്തെ എത്തി. ലച്ചു അതീവ സുന്ദരിയായി. ആരും നോക്കി നിന്നു പോകുന്ന സൗന്ദര്യമാണ് അവൾക്ക്. തൻ്റെ കൂട്ടുകാരികളുടെ ഇടയിലാണ് ലച്ചു. എല്ലാവരും ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ റൂമിലിരിക്കുകയാണ്. ദേവുവിൻ്റെ മിഴികൾ ഈറനണിഞ്ഞു. കാരണം തലേദിവസം രാത്രിയിൽ
അവളുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല. പാവം ഹരിസ. ആ ഓർമ്മകൾ അവൾക്ക് ഉറക്കം കെടുത്തിക്കളഞ്ഞു. അത്രമേൽ ആഗ്രഹത്തോടെ തൻ്റെ അടുത്ത് വന്ന് ഇഷ്ടം തുറന്നു പറഞ്ഞ സാറിനെ ആ മുഖം ഓർക്കും തോറും ഇടനെഞ്ച് വേദന കൊണ്ട് പൊടിയും പോലെ. ഈശ്വര, പാവം സാറ്. അമ്മയും കൂട്ടി ഇനി ഇവിടേക്ക് വരാൻ ഇടയുണ്ടാവില്ലേ? അതായിരുന്നു അവളുടെ പ്രാർത്ഥന. തൻ്റെ കൂട്ടുകാരി വീണയോട് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഒപ്പം അവളോട് സാറിനെ ഈ വിവരം ധരിപ്പിക്കാമോ എന്നും ചോദിച്ചു. ഒരു പക്ഷേ വീണ ചിലപ്പോൾ സാറിനോട് പറയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആയാൽ മതിയായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാറിൻ്റെ മുഖവും തന്നോടുള്ള ആ കരുതലുമൊക്കെ മനസ്സിൽ നിന്നും മായാതെ നിലകൊള്ളുന്നതായി അവൾക്കറിയാൻ കഴിഞ്ഞു. ലച്ചുവാണെങ്കിൽ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് കൂട്ടുകാരികളുടെ മുൻപിൽ അല്പം ഗമയോടെ ഇരിക്കുന്നത് ദേവു കണ്ടു. അവൾക്കാണെങ്കിൽ ചേച്ചിയോട് അല്പം ദേഷ്യം പോലും തോന്നി. ചേച്ചി കാരണമല്ലേ താനും ഇങ്ങനൊരു വേഷം കെട്ടി ആടേണ്ടി വന്നത്. മോളെ ദേവൂട്ടി, റെഡിയായോടാ? സരസ്വതി അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി. അപ്പോഴേക്കും അവർ മുറിയിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. മുടി നിറയെ മുല്ലപ്പൂ വെക്കുകയാണ് ദേവുവിൻ്റെ ബ്യൂട്ടീഷ്യൻ. മോളെ, എൻ്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് എല്ലാ അനുഗ്രഹവും ദൈവം തരും. ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ് നീ. അവർ ദേവുവിൻ്റെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഈ അമ്മയുടെ സ്നേഹം കണ്ടിട്ടായിരിക്കും ഭഗവാൻ എന്നെ ഈ അമ്മയ്ക്ക് നൽകുന്നതെന്ന് അവൾ ഓർത്തു. നന്ദൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ ഈ ചടങ്ങിൽ വന്നുള്ളൂ. കല്യാണം നമുക്ക് ഗംഭീരാക്കാട്ടോ. എൻ്റെ കുട്ടി വിഷമിക്കില്ലേ? സരസ്വതി അവളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലമ്മേ. പെട്ടെന്നല്ലായിരുന്നോ എല്ലാം തീരുമാനിച്ചത്? ദേവു അവരെ നോക്കി. സരസ്വതി അമ്മ ലച്ചുവിനെ നോക്കിയപ്പോൾ അവൾ കൂട്ടുകാരോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. മോളെ, എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ആളുകളൊക്കെ എത്തിത്തുടങ്ങി എന്നു പറഞ്ഞുകൊണ്ട് സരസ്വതി മുറിവിട്ടിറങ്ങിപ്പോയി. ദേവുവിന് നല്ല ടെൻഷനുണ്ടായിരുന്നു. എങ്കിലും അവൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. മുഹൂർത്തമായപ്പോൾ വാര്യരകത്തേക്ക് കയറി ചെന്നു. രമേ, മക്കളെ വിളിക്ക്, നേരമായിരിക്കുന്നു. അയാളുടെ ശബ്ദം കേട്ടതും ലച്ചുവും ദേവും എഴുന്നേറ്റു. അമ്മയുടെയും അച്ഛൻ്റെയും പിന്നാലെ ഇരുവരും കൂടി പന്തലിലേക്ക് ഇറങ്ങി വന്നു. എല്ലാ മിഴികളും ലച്ചുവിലാണെന്നുള്ളത് നന്ദൻ നോക്കിക്കണ്ടു. ഉള്ളിലെ അമർഷം കടിച്ചമർത്തിക്കൊണ്ട് അവൻ ദേവുവിനെ നോക്കി. എന്നിട്ട് പുച്ഛഭാവത്തിൽ മുഖം വെട്ടിത്തിരിച്ചു. അശോകിൻ്റെ അടുത്തായി ലച്ചു പോയി നിന്നു. ആദ്യം അശോക് ലച്ചുവിൻ്റെ വിരലിൽ മോതിരം അണിയിച്ചു. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ഇരുമുഖങ്ങളിലും. അതിനുശേഷം നന്ദൻ ദേവൂട്ടിക്ക് മോതിരം ഇട്ടു. അവളുടെ കൈവിരലുകൾ വിറയ്ക്കുകയായിരുന്നു. ചടങ്ങെല്ലാം അതിൻ്റെ മുറയ്ക്ക് തന്നെ നടന്നു. ലച്ചുവും അശോകും ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ്. അശോകാണെങ്കിൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുൻപിലൂടെ നടന്നു. അത് കണ്ടതും നന്ദന് അവനോട് പുച്ഛമാണ് തോന്നിയത്. നന്ദൻ്റെ ഫ്രണ്ട്സ് കുറച്ചുപേരെ എത്തിയുള്ളൂ. അവരെല്ലാവരും ദേവുവിനെ പരിചയപ്പെടുകയാണ്. ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, റിസൾട്ട് വെയിറ്റ് ചെയ്യുവാണെന്നൊക്കെ കേട്ടതും അവരുടെ നെറ്റി ചുളിഞ്ഞു. ഒരു ഡോക്ടറായ നന്ദന് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡായ കുട്ടിയെ കിട്ടുമായിരുന്നു. അവർ പരസ്പരം അഭിപ്രായപ്പെട്ടു. നന്ദനത് കേൾക്കുകയും ചെയ്തു. പക്ഷെ അവൻ മറുപടി ഒന്നും തിരിച്ചു പറഞ്ഞതേയില്ല. ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോസ് പിന്നെയും പിന്നെയും എടുത്തു കൂട്ടുകയാണ് അശോക്. ഒടുവിൽ വാര്യർ വന്ന് വഴക്ക് പറഞ്ഞപ്പോഴാണ് ഇരുവരും അകന്നു മാറിയത്. നന്ദനെ നോക്കി ഇടയ്ക്കെല്ലാം ദേവൂട്ടി ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ ഗൗരവത്തിലാണ്. അതെന്താണെന്ന് ഒരുപാട് ആലോചിച്ചിട്ടും ആ പാവത്തിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉച്ച തിരിഞ്ഞ് 2 മണിയോടെ അതിഥികളെല്ലാവരും പിരിഞ്ഞുപോയി. അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ സരസ്വതിയമ്മ വന്നിട്ട് ദേവുവിൻ്റെ ഇരിക്കവളത്തും മുത്തം കൊടുത്തു. അത് കണ്ടതും നന്ദന് ദേഷ്യം തോന്നി. പക്ഷെ അവൻ ഒന്നും മിണ്ടാതെ സംയമനം പാലിച്ചു നിന്നു. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. ദിവസങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞുപോയി. വിവാഹത്തിരക്കിലായിരുന്നു എല്ലാവരും. ഇരുവിവാഹങ്ങളും കൂടി ആയതുകൊണ്ട് വാര്യര് നന്നേ കഷ്ടപ്പെട്ടു. പിന്നെ അശോകിൻ്റെ അച്ഛനായ ബാലകൃഷ്ണൻ ഇടയ്ക്കെല്ലാം എത്തും. ലച്ചു അശോകും ഫുൾ ടൈം ഫോണിലാണ്. മണിക്കൂറുകൾ അവർ അങ്ങനെ സംസാരിച്ച് കിടക്കും. രാത്രിയിൽ എപ്പോഴാണ് ചേച്ചി ഉറങ്ങുന്നതെന്ന് പോലും ദേവുവിനറിയില്ലായിരുന്നു. ഇത്രമാത്രം പറയാനിത് എന്തിരിക്കുന്നുവെന്ന് ദേവു പലപ്പോഴും ചിന്തിച്ചു. അവരിരുവരും അവരുടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയപ്പോൾ നന്ദനാകട്ടെ ഒരിക്കൽ പോലും ദേവൂട്ടിയെ വിളിച്ചിരുന്നില്ല.
ലച്ചു ഒരു ദിവസം ഈ കാര്യം ദേവനോട് ചോദിക്കുകയും ചെയ്തു. തിരക്കാവുമെന്ന് ഒരു ഒഴുക്കം മട്ടിൽ ദേവു മറുപടി നൽകി. ഒരു ദിവസം ദേവൂട്ടിക്ക് കോളേജിൽ പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. കൂട്ടുകാരിയോടൊത്ത് അവൾ ചെന്നതും അവിടെ വച്ച് ഹരിസാറിനെ കണ്ടുമുട്ടി. ദേവുവിൻ്റെ കൂട്ടുകാരി പറഞ്ഞ് അയാൾ വിവരങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നു. അയാൾ കൂടുതലൊന്നും പറയാതെ വിവാഹമംഗള ആശംസകൾ നേർന്നിട്ട് അവളുടെ മുന്നിൽ നിന്ന് നടന്നുപോയി. അറിയാതെ ഒരു നൊമ്പരം കീഴ്പ്പെടുത്തിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ദേവു മുന്നോട്ട് നടന്നു. പതുക്കെ പതുക്കെ അവളും തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു താൻ നന്ദേട്ടൻ്റെ പെണ്ണാണെന്ന്. ദിവസങ്ങളൊന്നൊന്നായി കടന്നുപോയി. ലച്ചുവിന് വിവാഹ ഡ്രസ്സ് എടുക്കുവാനായി ഇരു കുടുംബങ്ങളും ഒന്നിച്ചാണ് പോയത്. പക്ഷേ നന്ദിന് ഹോസ്പിറ്റലിൽ പല തിരക്കുകൾ ഉണ്ടെന്നും പറഞ്ഞ് അവർ പാലക്കാട്ടൊന്നും എത്തിയില്ല. അതുകൊണ്ട് ദേവൂട്ടിക്കുള്ളത് അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് പോയി എടുക്കുകയായിരുന്നു. ഫോട്ടോസ് എല്ലാം അവൾ സരസ്വതിയമ്മയെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർക്കും കൂടി ഇഷ്ടമായ ഒരു കാഞ്ചീപുരം സാരിയാണ് മന്ത്രകോടിയായി തിരഞ്ഞെടുത്തത്. പിന്നീട് സ്വർണ്ണം എടുക്കുന്ന തിരക്കിലാണ്. ഇരു മക്കൾക്കും വാര്യർ 101 പവൻ വീതം എടുത്തു. ഒക്കെ കൂടി കണ്ടപ്പോൾ ലച്ചു നിലത്തും താഴെയല്ലാത്ത സ്ഥിതിയിലാണ്. സരസ്വതി മിക്കപ്പോഴും വിളിച്ച് ദേവുവിനോട് വിവാഹ വിവരങ്ങൾ തിരയും. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തോ, ബ്യൂട്ടി പാർലറിൽ പോയോ എന്നെല്ലാം അവർ തിരക്കും. നന്ദനെക്കുറിച്ച് ഇടയ്ക്ക് ദേവു ചോദിച്ചപ്പോൾ അവൻ ഭയങ്കര തിരക്കാണ് മോളെ എന്നാണ് അവർക്ക് മറുപടി ലഭിച്ചത്. അത് സത്യമായിരിക്കുമെന്ന് ദേവു ഓർത്തു. അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ ആ ദിവസം വന്നെത്തി. പൊന്നിൽ കുളിച്ചാണ് വാര്യർ മക്കളെ ഇറക്കിയത്. ലച്ചു ആണെങ്കിൽ പുതിയ മോഡൽ മേക്കപ്പൊക്കെയായിരുന്നു അവൾക്കായി തിരഞ്ഞെടുത്തത്. പക്ഷെ ദേവു സിമ്പിളായിട്ടായിരുന്നു. കടും ഓറഞ്ച് നിറമുള്ള കാഞ്ചീപുരം സാരിയും റെഡ് കളർ ഡിസൈനർ ബ്ലൗസും അണിഞ്ഞ് സ്വർണ്ണാഭരണ വിഭൂഷിതയായി ലച്ചു അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആദ്യം ഇറങ്ങി വന്നപ്പോൾ എല്ലാ മുഖങ്ങളും അവളുടെ നേർക്കായിരുന്നു. അത്രയ്ക്കും മനോഹരിയായിരുന്നു ലച്ചു. അശോക് അല്പം കുറുമ്പോടെ അവളെ നോക്കിയതും ലച്ചു നാണിച്ചു നിന്നു. അതിനുശേഷമാണ് ദേവു ഇറങ്ങി വന്നത്. പീച്ച് നിറമുള്ള ഒരു കാഞ്ചീപുരം സാരിയും അതിൻ്റെ തന്നെ ബ്ലൗസുമാണ് അവൾ ധരിച്ചത്. ദേവു സുന്ദരിയായിരുന്നു. അവളെ കണ്ടതും സരസ്വതിയമ്മയും ഗുപ്തൻ നായരും സന്തോഷത്തോടെ പരസ്പരം നോക്കി. നന്ദൻ്റെ അരികിലായി ദേവൂട്ടിയും അശോകിൻ്റെ അരികിലായി ലച്ചുവും നിലയുറപ്പിച്ചു. ഇടയ്ക്കൊക്കെ ദേവു ആണെങ്കിൽ നന്ദനെ നോക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ തീർത്തും ഗൗരവത്തിൽ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് അവൾ കണ്ടത്. ഈശ്വര, എന്താ പറ്റിയത്? ഇനി തന്നോടെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ആവോ? പാവം ദേവൂട്ടി ഓർത്തു. മുഹൂർത്തമായിരിക്കുന്നു, താലി ചാർത്താം. പുരോഹിതൻ്റെ വാക്കുകൾ കേട്ടു. അയാളുടെ നിർദ്ദേശപ്രകാരം വരന്മാർ രണ്ടാളും കൂടി അവരവരുടെ വധുവിന് താലി ചാർത്തി. ആർപ്പ് വിളികളും കൊട്ടും കുരവയും ഒക്കെ മുഴങ്ങി. നന്ദനാണെങ്കിൽ ദേവുവിനെ ഒന്ന് നോക്കി. നിനക്കിട്ടുള്ള പണി വരുന്നതേ ഉള്ളൂ കേട്ടോടി പുല്ലേ, അവൻ മനസ്സിൽ പിറുപിറുത്തു. തുടരും.